Good morning all. So, നമ്മൾ സ്ലാബ് എന്താണെന്നും സ്ലാബിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്നും നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി. സോ വൺ വേ സ്ലാബിൻ്റെ ഡിസൈനും ഡീറ്റെയിലിങ്ങും ഒക്കെ നമുക്ക് പഠിക്കാം. വൺ വേ സ്ലാബിൽ തന്നെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ സിംപ്ലി സപ്പോർട്ടഡ് ബീംസ്. സോ ഒരു പ്രോബ്ലത്തിലൂടെ നമുക്ക് തുടങ്ങാം. ഡിസൈൻ എ സിംപ്ലി സപ്പോർട്ടഡ് RCC സ്ലാബ് ഫോർ an office floor having clear dimension of 4 meter by 10 meter with 230 mm walls all around. Adopt M20 concrete and Fe 415 steel. Live load 4 kN per meter square and floor finish 6.6 kN per meter square. നമുക്കൊരു സിംപ്ലി സപ്പോർട്ടഡ് RCC സ്ലാബ് ആണ് ഡിസൈൻ ചെയ്യേണ്ടത്. അത് ഓഫീസ് ഫ്ലോർ ആണ്. അതിൻ്റെ ക്ലിയർ ഡയമെൻഷൻ തന്നിട്ടുണ്ട്, വാളിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട്, അതേപോലെ ഏത് കോൺക്രീറ്റ് ആണ്, ഏത് മിക്സ് ഓഫ് കോൺക്രീറ്റ് ആണ്, ഏത് ടൈപ്പ് ഓഫ് സ്റ്റീലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അതേപോലെ ആ സ്ലാബിലെ ലൈവ് ലോഡും ഫ്ലോർ ഫിനിഷും തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ തന്ന ഗിവൺ ഡാറ്റാസ് എടുത്ത് എഴുതി. ഷോർട്ടർ സ്പാൻ LX 4 meter, longer span LY 10 meter, T wall thickness 230 mm, FCK 20 Newton per mm square, FI 415 Newton per mm square, live load LL 4 kN per meter square, floor finish FF 0.6 kN per meter square. So, step 1, type of slab. നമുക്കിവിടെ ഒരു സ്ലാബ് ഡിസൈൻ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അത് ഏത് ടൈപ്പ് ഓഫ് സ്ലാബ് ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് സ്ലാബ് ആണ്. സോ റേഷ്യോ ഓഫ് ലോങ്ങർ സ്പാൻ ഡിവൈഡഡ് ബൈ ഷോർട്ടർ സ്പാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ 2നെ കമ്പയർ ചെയ്യുമ്പം എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ വൺ വേ സ്ലാബും ലെസ് ദാൻ ആണെങ്കിൽ 2 വേ സ്ലാബും ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. സോ ഹിയർ ലോങ്ങർ സ്പാൻ ഡിവൈഡഡ് ബൈ ഷോർട്ടർ സ്പാൻ 10/4 that is 2.5 is greater than 2. So the given slab is designed as one way slab. Then we move to step 2, effective depth, small letter D. We want to find out effective depth. എഫക്റ്റീവ് ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ 1/25 to 1/30 ഓഫ് സ്പാൻ ആണ്. സ്പാൻ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഷോർട്ടർ സ്പാൻ ആണ് നമ്മൾ എടുക്കുക. അത് 4 മീറ്റർ ആണ്. നമ്മൾ എഫക്റ്റീവ് ഡെപ്ത് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ അവിടെ നമ്മൾ യൂസ് ചെയ്യുക ഷോർട്ടർ സ്പാൻ ആണ്. സോ 1/25 ഓഫ് 4 മീറ്റർ ദാറ്റ് ഈസ് 4000 mm to 1/30 of 4000 that is 4 meter 4000 that is 160 to 133.33. അതായത് ഒരു എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിലാണ്. 133.33 മുതൽ 160 mm വരെ ഈ ഒരു ഡിസൈനിങ്ങിൽ നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് ചൂസ് ചെയ്യാം. സോ ഞാനിവിടെ 160 mm ആയിട്ടാണ് എഫക്റ്റീവ് ഡെപ്ത് എടുത്തിട്ടുള്ളത്. സോ take D is equal to 160 mm. Then we move to the next step, step number 3. We want to find out overall depth, capital letter D. Here I assume 20 mm clear cover and using 10 mm diameter of bars. Then the overall depth is equal to 160 plus 20 plus 10/2 that is 185 mm. നമ്മൾ ഓൾറെഡി ബീം ഡിസൈനിലൊക്കെ ചെയ്തിട്ടുള്ള അതേ സ്റ്റെപ്പുകളാണ്. ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ടേക്ക് ബ്രെഡ്ത്ത് B equal to 1 meter that is 1000 mm. And step number 5, we want to find out effective span capital LX. We know by IS 456/2000 we have two cases. We take the least value of both. So first one, clear span plus D, that is 4000 plus 160, 4160 mm. The second one is clear span plus center to center distance, that is 4000 plus
230/2 plus 230/2 equal to 4230 mm. That is 4160 least value mm. Then step 6, loads acting on the slab. So first one, ആ ഒരു സ്ലാബിൻ്റെതായ വെയിറ്റ് ഉണ്ടാവുമല്ലോ, അതാണ് സെൽഫ് വെയിറ്റ് ഓഫ് സ്ലാബ്സ്. അത് കണ്ടുപിടിക്കാൻ യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ് ഇൻറ്റു യൂണിറ്റ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത്. യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ് 25, ലെങ്ത് 1 meter, breadth 1 meter, and depth 0.185, that is 4.625 kilonewton per meter. Then ക്വസ്റ്റ്യനിൽ തന്ന ഫ്ലോർ ഫിനിഷ് 0.6 ഇൻറ്റു 1 മീറ്ററിലുള്ളതല്ലേ കാണുന്നത്, സോ 0.6 kilonewton per meter. ലൈവ് ലോഡ് 4 kilonewton ആണ്, അത് 1 മീറ്ററിലാവുമ്പോൾ 4 kilonewton per meter. ദെൻ ടോട്ടൽ ലോഡ് ഇത് മൂന്നും കൂടി ആഡ് ചെയ്തപ്പോൾ 9.255, ദെൻ കൺവേർട്ടഡ് ഇൻ ടു factored load, that is multiply by 1.5, that is 13.83 kilonewton per meter. So ഒരു സ്ലാബ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞപ്പം ബീം ഡിസൈനിങ്ങിനെ പോലെ തന്നെ ആദ്യം നമ്മൾ സ്ലാബ് ഏത് ടൈപ്പാന്ന് കണ്ടുപിടിച്ചു, ദെൻ എഫക്റ്റീവ് ഡെപ്ത് കണ്ടു, ദെൻ ഓവറോൾ ഡെപ്ത് കണ്ടു, ദെൻ ബ്രെഡ്ത്ത് കണ്ടു, എഫക്റ്റീവ് സ്പാന് കണ്ടു, ലോഡ് കണ്ടു. ദെൻ വി ഫൈൻഡ് ഔട്ട് ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ്. ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടെ ലോഡ് RCC ആണ്, സിംപ്ലി സപ്പോർട്ടർ ആണ് അല്ലേ. സോ WU/LX²/8 നമുക്ക് എല്ലാ വാല്യൂ അറിയാം, നമ്മൾ പുട്ട് ചെയ്തു. MU = 29.91 kilonewton meter. ഷിയർ ഫോഴ്സ് സിംപ്ലി സപ്പോർട്ടഡ് ആണ്, WU/LX/2, ദാറ്റ് ഈസ് നമുക്ക് വാല്യൂസ് അറിയാം. സോ 28.76 kilonewton. സോ നമുക്ക് കണ്ടുപിടിക്കാനുള്ള വാല്യൂസൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വരുന്നത് ചെക്കിംഗ് ആണ്, അതായത് കറക്റ്റ് ആണോ, നമ്മൾ എടുത്തതൊക്കെ ഡിസൈൻ ചെയ്തതൊക്കെ ശരിയാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തല. സോ സ്റ്റെപ്പ് നമ്പർ 8, ചെക്ക് ഫോർ എഫക്റ്റീവ് ഡെപ്ത് റിക്വയർഡ്, ദാറ്റ് ഈസ് ഫോർ D required for bending moment due to given load is equal to the balanced compressive moment of resistance. So MU equal to 0.36 FCKB into XU max into D minus 0.42 XU max. So XU max എന്ന് പറയുന്നത് നമുക്കറിയാം IS 456-ലുണ്ട്, ഓരോ കേസിനും ഓരോ വാല്യൂ ആണ്. 250 FE ആണെങ്കിൽ 0.53 D ആണ്, FE 415 ആണെങ്കിൽ 0.48 D ആണ്, FE 500 ആണെങ്കിൽ 0.46 D ആണ്. ദെൻ ഇതേപോലെ മൊമെൻറ്റിൻ്റെ കേസിൽ വരുമ്പോൾ ഇക്വേഷനിൽ ചേഞ്ച് വരും. 250 ആണെങ്കിൽ 0.148 FCKBD² ആണ്, FE 415 ആണെങ്കിൽ 0.138 FCKBD² ആണ്, FE 500 ആണെങ്കിൽ 0.133 FCKBD² ആണ്. ഈ രണ്ട് ഇക്വേഷൻസും SP16 കോഡിൽ ടേബിൾ 3 and 4 ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇക്വേഷൻ പഠിക്കേണ്ട, നമുക്ക് വരുന്ന പ്രോബ്ലത്തിൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് FE സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള XU മാക്സും MU അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷനും കാൽക്കുലേഷന് വേണ്ടി യൂസ് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ഹിയർ FE 415 ആണ്, സോ MU = 0.138 FCKBD². സോ ഇതിൽ നമുക്ക് അൺനോൺ ആയിട്ട് D ആണ്, കാരണം D ആണ് ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ എടുത്തത് ശരിയാണോ. സോ ഇതിൽ നമ്മൾ വാല്യൂസ് പുട്ട് ചെയ്ത് D കണ്ടുപിടിക്കുന്നു, ദാറ്റ് ഈസ് 104.8 mm. സോ D കാൽക്കുലേറ്റഡ് നമ്മൾ എടുത്ത കാൽക്കുലേഷൻ പ്രകാരം 160 mm ആയിരുന്നു. D റിക്വയർഡ് 104 ആണ്, സോ D റിക്വയർഡ് ഈസ് ലെസ് ദാൻ D കാൽക്കുലേറ്റഡ്. സോ പ്രൊവൈഡഡ് ഡെപ്ത് ഈസ് സഫിഷ്യൻറ്റ്. നമ്മൾ എടുത്ത ഡെപ്ത് നമ്മൾ ഡിസൈൻ ചെയ്ത ഡെപ്തിനേക്കാൾ കുറവാണ്. സോ നമ്മൾ ചെയ്ത ഡെപ്ത് പ്രകാരം നമ്മൾ ചെയ്ത ഡിസൈൻ സേഫ് ആണ്. ദെൻ ടെൻഷൻ റെയിൻഫോഴ്സ്മെൻറ്റ് ഏരിയ ഓഫ് സ്റ്റീൽ കാൽക്കുലേഷൻ ആണ് ബൈ IS 456 2000 NXG 0.1.1B പേജ് നമ്പർ 96. നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്ന പേജ് തന്നെയാണ്. സോ അതിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് MU = 0.87 FY/AST into D into 1 minus FY/AST divided by FCKBD ആണ്. സോ അത് പ്രകാരം നമുക്ക് MUയുടെ ഇക്വേഷൻ അറിയാം,
ബാക്കി നമുക്ക് അൺനോൺ ആയിട്ട് AST മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ വാല്യൂസും നമുക്കറിയാം. സോ നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്യും. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റി. ആ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ ASTയുടെ വാല്യൂ 558.15 mm² കിട്ടി. ദെൻ ഈ AST ടെൻഷൻ റെയിൻഫോഴ്സ്മെൻ്റ് ആണ്. അത് എത്ര മിനിമം വരും എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അതിനും ഒരു കാൽക്കുലേഷൻ ഉണ്ട്. AST മിനിമം 0.15% ഓഫ് ഗ്രോസ് ഏരിയ ഫോർ FE 250 and 0.12% ഓഫ് ഗ്രോസ് ഏരിയ ഫോർ FE 415 ആൻഡ് 500 ആണ്. സോ ഹിയർ AST മിനിമം എന്ന് പറയുന്നത് നമ്മളെ കേസ് 415 ആയതുകൊണ്ട് 0.12 ഇൻറ്റു ഗ്രോസ് ഏരിയ 1 മീറ്റർ ഡെപ്തും ഡെപ്ത് എന്ന് പറയുന്നത് 185. സോ 1000 ഇൻറ്റു 185 ദാറ്റ് ഈസ് 222 mm². സോ ഇവിടെ കിട്ടിയ ഈ AST ഈ മിനിമം ASTനേക്കാളും കൂടുതലാണ്. സോ നമ്മളെ കണ്ടീഷൻ സേഫ് ആണ്. സോ റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസിലും റെയിൻഫോഴ്സ്മെൻറ്റ് ഈസ് സഫിഷ്യൻ്റ് ആണ്. സോ റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസിലും എന്താണ്, സേഫ് ആണ്. സോ പ്രൊവൈഡ് 10 mm bars, then spacing കൊടുക്കാൻ ഒരു 3 ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഗ്രോസ് ഏരിയ ഡിവൈഡഡ് ബൈ AST പ്രൊവൈഡഡ്. സോ π/4 ഇൻറ്റു 10² ഡിവൈഡഡ് ബൈ നമ്മൾ എത്രയാണോ AST കൊടുത്തിട്ടുള്ളത് ആ AST ഇൻറ്റു 1000 ദാറ്റ് ഈസ് 140.71 and 3 into effective depth. So 3D, 3 into 120, that is 360, at least value 300. So ഇതിലെ least value നമ്മൾ ചൂസ് ചെയ്യുന്നു, that is 140 mm. So provide 10 mm bars at spacing of 140 mm center to center distance as main reinforcement in short span direction. Then we move to the next step. So ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ്. നമ്മൾ ഒരു സ്ലാബിൻ്റെ AST ഏരിയ ഓഫ് സ്റ്റീല് കണ്ടുപിടിച്ചു. അത് ഏതൊക്കെ രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം എന്നുള്ളത് നമ്മൾ പറയണം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിസ്ട്രിബ്യൂഷൻ റെയിൻഫോഴ്സ്മെൻറ്റ്. സോ AST/D ഈക്വൽ ടു AST മിനിമം ആയിട്ട് എടുക്കുന്നു. ആ കേസിൽ 0.15% ഓഫ് AG ഉണ്ട്, 0.12% ഓഫ് AG ഉണ്ട്. ഇവിടെ അത് 0.12% ഓഫ് AG ആണ്, ദാറ്റ് ഈസ് 222 mm². സോ ഈ 222 mm² നമ്മൾ 8 mm ബാർസ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ സ്പേസിങ് നേരത്തെ പോലെ തന്നെ 3 കണ്ടീഷൻ. അതിലെ ലീസ്റ്റ് വാല്യൂ ആയിട്ട് എടുക്കുന്നത് 230 mm. 226 നമ്മൾ 230 ആയിട്ട് എടുക്കുന്നു. സോ 8 mm bars at spacing of 230 mm center to center distribution reinforcement in long span direction. Then we move to the next step, that is check for shear. Tau V is less than tau C ആയി മാറണം. സോ tau V is എന്ന് വെച്ചാൽ tau V എന്ന് പറയുന്നത് നോമിനൽ ഷിയർ സ്ട്രെസ് ആണ്. tau C എന്ന് പറയുന്നത് നോമിനൽ ഷിയർ സ്ട്രെസ്സും tau V എന്ന് പറയുന്നത് പെർമിസിബിൾ ഷിയർ സ്ട്രെസ്സും ആണ്. സോ tau V എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് ബൈ ഏരിയ ആണ്. VU/BD. VU നമ്മൾ കണ്ടുപിടിച്ചു, BD നമുക്കറിയാം. സോ 0.179 കിട്ടും. tau C is obtained from table 19 of IS 456/2000. It require grade of concrete and percentage of steel PT. Then PT കാൽക്കുലേറ്റ് ചെയ്യുക 100 AST Pro by BD ആണ്. അത് വെച്ചിട്ട് നമുക്ക് PTയുടെ വാല്യൂ കിട്ടും. ദെൻ ബൈ ടേബിളിന് ഇങ്ങനൊരു വാല്യൂ നമ്മൾ ചൂസ് ചെയ്തെടുക്കും. ഇൻ്റർപോളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ tau Cയുടെ വാല്യൂ കിട്ടും 0.407. ഇത് പ്രകാരം tau V ഈസ് ഗ്രേറ്റർ ദാൻ tau C ആണ്. സോ സ്ലാബ് സേഫ് എഗെയിൻസ്റ്റ് ഷിയർ ആണ്. സോ ആ ഒരു സ്റ്റെപ്പും കഴിഞ്ഞു. ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ. ഹിയർ L/D calculated by L/D provided. L/D calculated equal to 4160/160, that is equal to 226. Then basic value 20 ആണ്, സിംപ്ലി ആയതുകൊണ്ട്. സോ നമ്മൾ അത് പ്രകാരം ഫിഗർ 3.4 FSൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ മോഡിഫിക്കേഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ അത് ചെക്ക് ചെയ്തു, സേഫ് എഗെയിൻസ്റ്റ് ഡിഫ്ലക്ഷൻ ആണെന്ന് ഉറപ്പുവരുത്തി. ഈ ഡീറ്റെയിലിംഗ് ഞാൻ ഒന്നുകൂടി പറയാം. നെക്സ്റ്റ് സെക്ഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞു തരാം. സോ നമ്മളൊരു സ്ലാബ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് സ്ലാബ് ഡെപ്ത്ത്, ഓവറോൾ ഡെപ്ത്ത്,
breadth, span, load, bending moment, shear force. Then check for